ഹലോ, ഇത് പെപ്പേന്ന് രചനയാണ് ഇന്ന്. രചന പോരെ രചന, കുറച്ചുകൂടി ശബ്ദമായിട്ട് പറയണം. ഇത് പെപ്പെ ബിബിക്ക് ഷോൺ പെപ്പെ, എന്നോടൊപ്പം രചന. ഒരു ഹായ് പറയും. ഹായ്. ഇന്ന് നമ്മളെ ഒരു ഗസ്റ്റാണ് രചന. അപ്പോൾ രചനയ്ക്ക് വേണ്ടി രചന ഏത് ഫ്ലേവറാണ്? നമ്മളെ 5 ഫ്ലേവേഴ്സ് ഉണ്ട്. പെരിപ്പെരി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, ഗ്രീൻ പെപ്പർ ഉണ്ട്, റെഡ് അൽഫാം ഉണ്ട്, തന്തൂർ ഉണ്ട്. ഏത് ബാബിക്യൂ ആണ് വേണ്ടത്? പെരിപ്പെരി വേണം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഞാൻ കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞുതരാം. ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നല്ല കട്ട തൈര് ഇതുണ്ട്. ഇതുപോലത്തെ കട്ട തൈര് തന്നെ എന്തായാലും ചേർക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? ചിക്കൻ നല്ല പളപളാന്നാവും, നല്ല സോഫ്റ്റ് ആവും. ചില ഹോട്ടലിൽ കണ്ടല്ലേ ഇങ്ങനെ കടിച്ച് പറിക്കണം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ നല്ല ഹാർഡായിരുന്നു. എങ്ങനെയാണ് സോഫ്റ്റ് ആക്കേണ്ടത്? ഇപ്പോൾ തൈര് നല്ലോണം പുരട്ടണം എന്നുള്ളതാണ് കട്ട തൈര്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എത്രത്തോളം നേരത്തെ പുരട്ടി വെക്കുക അത്രത്തോളം ടേസ്റ്റ് ആവും. പറ്റുമെങ്കിൽ തലേ ദിവസമൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയാവും. അപ്പോൾ തൈര് ടേസ്റ്റിനല്ല, തൈര് ഈ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ആവശ്യത്തിന് ഇത് നല്ലോണം പുരട്ടാൻ വേണ്ടിയുള്ള തൈര് എന്നുള്ള ആയിരിക്കണം പുരട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പെരിപ്പെരി വെച്ചിട്ട് പെപ്പയുടെ പെരിപ്പെരി മിക്സ് വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ കട്ട തൈര് ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ കട്ട തൈരും ഈ പൊടി മാത്രം ഇട്ട് അതൊന്ന് പൊടിയിട്ട് നല്ലോണം അങ്ങോട്ട് തേച്ച് വെക്കുക. ഈ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് തേച്ച് വെക്കുക. ഫുള്ളായിട്ട് ഇട്ടു. 1 കിലോ ചിക്കന് 1 മസാല എന്നുള്ള രീതിയിലാണ് ഇത് ഒരുക്കി വെച്ചേക്കണം. മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, ഉപ്പ് പോലും ഇതിൻ്റെ അകത്ത് ഇടണ്ട. ആ പൊടിയും കട്ട തൈരും മാത്രം ചേർത്താൽ മതി. അപ്പോൾ ബിഗിനേഴ്സിന് ഒരു ഇത് ചെയ്യാൻ എളുപ്പം. പിന്നെ അല്ലാണ്ട് ബിഗിനേഴ്സിന് വരും ഇത് എത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. കറക്റ്റ്. നമ്മുടെ പെരിപ്പെരി ചിക്കൻ ചെയ്താലും നമുക്ക് ഇനി ഇപ്പൊ ഈ പെരിപ്പെരി ചിക്കനെ ഉഷാറായിട്ടുണ്ട്. കാരണം 3 മണിക്കൂർ നല്ലോണം അങ്ങോട്ട് പെരട്ടിയിരിക്കണേണ്. അതെ. അപ്പൊ നമുക്കിത് ഇനി ഗ്രില്ലിലേക്ക് വെക്കാം. അപ്പൊ ഈ ഗ്രില്ല് തന്നെയാണെങ്കിലും നമ്മളൊന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ലോണം വെച്ചിട്ടുണ്ട്. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് അങ്ങോട്ട് വെക്കാം. ചെറിയ ചൂടിലാണ് ഇത് കത്തിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ നല്ല ചെറിയ ചൂടിലേക്കാണ് ഇത്. നല്ല ഫ്ലെയിമൊക്കെ ഒന്ന് ഞാൻ എന്നിട്ട് കരിഞ്ഞു. അപ്പോൾ ചെറിയ ചൂടിലാണ് ഇപ്പോൾ വെച്ചേക്കണത്. ചെറിയ ചൂടിൽ ഇത്തിരി ടൈം എടുക്കും. അതായത് ചിലപ്പോൾ ഒരു 15 അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും, കരിഞ്ഞൊന്നും പോവില്ല. അതുപോലെ ഒന്ന് ആളിക്കത്തണമെങ്കിൽ മരച്ചും തിരിച്ച് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ ആളിക്കത്തലൊക്കെ കുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 45 മിനിറ്റ്സ് നമുക്ക് എടുക്കാമല്ലേ? 45 മിനിറ്റ്സായി. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. രചന ഫുൾ സെറ്റപ്പിലുള്ള മയണൈസ്, ലൈമ്, പിന്നെ ഓണിയൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു പീസ് എടുക്കുക രചന. അപ്പോൾ എന്ത് ചിക്കനാണ്? പെരിപ്പെരി ചിക്കൻ അല്ലേ? പെരിപ്പെരി നല്ല ചിക്കൻ്റെ ഫ്ലേക്സ് ഒക്കെ ഉണ്ടാവും. ഇതുണ്ട്, ഇത് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഒരെണ്ണം എടുത്താൽ മതി. കണ്ടാൽ തന്നെ അറിയാം നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, നല്ല ചൂടാണ്. ഈ ചില ഹോട്ടലിൽ കിട്ടും അല്ലെങ്കിൽ റഫായിട്ടല്ല, ഇതിന്റെ ടെക്സ്ചർ ആണ് കാണിച്ചു. നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, നല്ല ചൂടാണ്. ഈ ലൈമ് കുറച്ച് ഒന്ന് ഒഴിച്ച് നോക്കി, എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് രചന? സ്പൈസിയാണ്. അപ്പോൾ ഓക്കെ, ഉഷാറാവട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പെരിപ്പെരി ചിക്കൻ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെയൊക്കെ ചെയ്താൽ മതി. വെറുതെ പൊടിയും തൈരും മാത്രം ഇട്ടാൽ മതി. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.